പിന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. പക്ഷെ ആ ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇന്നിപ്പോൾ ഇവൾക്ക് 6 വയസ്സായി. ഇതുവരെയും ഞങ്ങളുടെ 3 പെൺകുഞ്ഞുങ്ങളാണ്. 2 പേരെ ഞാൻ ഹോസ്പിറ്റലിൽ 3-4 പ്രാവശ്യം വെച്ച് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ ഇവളെ ഒരു നീർക്കെട്ട ഒന്നും പിടിക്കപ്പെടാതെ ഒരു കർത്താവിൻ്റെ വലിയൊരു ഫേവർ ഇവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കൃപയാൽ സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളി ഓസ്ട്രേലിയയിലേക്ക് കടന്നുപോയി. 4 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ വന്നത്. പോകുന്ന സമയത്തൊക്കെ ദേവദാസനും കുടുംബമായിട്ട് ആലോചനകൾ ചോദിക്കുമായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്നെല്ലാം ചോദിച്ച്. കിഷോറിൻ്റെ കൂടെ പോയവർ, പൈസ കൊടുത്തവർ ആരും തന്നെ പോയില്ല. കിഷോർ ബ്രദർ മാത്രമാണ് ദൈവത്തിൻ്റെ കൃപയാൽ പോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി പോലും പിക്ക് ചെയ്യാൻ വേറെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഒരു കടലിൻ്റെ ഒക്കെ നടുവിൽ അകപ്പെട്ട പോലത്തെ ഒരവസ്ഥ. ആ സമയത്തൊക്കെ ദേവദാസനും കുടുംബവും ഞങ്ങൾക്ക് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഏതൊക്കെ രീതിയിലാണ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞങ്ങൾ വിതച്ചതിനൊക്കെ അധികമായിട്ട് ദൈവം ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും വരുമാന മാർഗമൊക്കെ ആയിട്ട് കിഷോർ ബ്രദറിനെ വളരെയധികം ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങളെ സാമ്പത്തികമായിട്ടും ഞങ്ങളെ ആത്മീയമായിട്ടൊക്കെ ഒത്തിരി ഞങ്ങളെ അഭിവൃദ്ധിപ്പെടാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു കുടുംബവും ബിനോയ് പാസ്റ്ററും കുടുംബവും. ഞങ്ങൾക്ക് സ്ഥലം ദൈവം അനുവദിച്ച് ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാൻ പറ്റിയ വാഹനം തന്നു. എല്ലാ രീതിയിലേക്കും ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടിയത്. അതായത് 2008 ഞാൻ സ്നാനപ്പെട്ടിട്ട് അഭിഷേകം പ്രാപിക്കുവാനായിട്ട് ഇടയായത് ഇവിടെ വന്നതിന് ശേഷമായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് ജോലി പെട്ടെന്നൊരു ദിവസമായിരുന്നു ഞാൻ ജോലി റിസൈൻ ചെയ്ത് എഴുതി കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ 1 വർഷം ആവാതെ എനിക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വരെ കിട്ടത്തില്ല. എവിടെ ഞാൻ ജോലി ചെയ്താലും എനിക്ക് 1 വർഷം കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലായിരുന്നു. ആ സമയത്ത് ഭവനത്തിൽ നിന്ന് ഞാൻ സ്നേഹിച്ചവർ പോലും വളരെ അധികമായിട്ട് ക്ഷോഭർ ഇവിടെ ഇല്ല. എല്ലാം പ്രതികൂലങ്ങളും എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം എൻ്റെ PROs ഞങ്ങൾ അടുത്തൊരു PROസിനെ സെലക്ട് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഒന്നും നോക്കാതെ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് റിസൈൻ എഴുതി കൊടുത്തു പോകേണ്ട ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് ഞാൻ പോയി. എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരില്ല, സഭയിൽ നിന്ന് വരെ പ്രാർത്ഥിക്കാൻ ആരില്ല. ആ സമയത്ത് ലില്ലി ആൻറ്റീനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ലില്ലി ആൻറ്റി ഒത്തിരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, ഹാഗാറിന് വേണ്ടി മരുഭൂമിയിൽ ഒരു നീരുറവ തുറന്നതുപോലെ നിനക്ക് വേണ്ടി ഒരു ദൈവം ഒരു നീരുറവ തുറക്കുമെന്ന്. അപ്പോൾ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമെന്നൊക്കെ അനേകർ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരു വാതിൽ ഞാൻ ഇതുവരെ കണ്ടില്ല. ഈ 3 കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാനും ഒന്നും ഒരു വഴിയില്ല. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ സെപ്റ്റംബർ 1-ാം തീയതി എനിക്ക് വേണ്ടി രാജ്യങ്ങളുടെ ഒരു വാതിൽ തുറന്നു. അതിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക. കൃപയാൽ അതിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. മെഡിക്കലെല്ലാം കഴിഞ്ഞു. പോകുവാൻ എല്ലാ കാര്യങ്ങളും കൃപയാൽ അതെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അതിനെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചതിനും ഈ ദേവദാസൻ്റെ കുടുംബമായിട്ട് ഞങ്ങളെ കണക്ട് ചെയ്തതിനും എല്ലാം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ.